ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ പ്രചരണാർത്ഥം സ്വരാജ് റൗണ്ടിൽ സ്ഥാപിച്ച ബോർഡുകൾ കോർപ്പറേഷൻ അധികൃതർ അഴിച്ചുമാറ്റി. BJP പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് പിന്നാലെ അഴിച്ച ബോർഡുകൾ തിരികെ കെട്ടി. ക്രിസ്തുമസ് പുതുവത്സര മദ്യവിൽപ്പനയിൽ ഇത്തവണയും റെക്കോർഡ്. ഇത്തവണ ആകെ വിറ്റത് 543 കോടി രൂപയുടെ മദ്യം. ഇന്നലെ മാത്രം വിറ്റത് 94.5 കോടി രൂപയുടെ മദ്യം. കുതിരാനിൽ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിനും മരണത്തിനും പ്രധാന കാരണം ദേശീയപാത അധികൃതരുടെ അനാസ്ഥയെന്ന് ആക്ഷേപം. ഗതാഗത നിയന്ത്രണം നടത്തിയ റോഡിന് നടുവിൽ പ്ലാസ്റ്റിക് കയറ് മാത്രം കെട്ടി വേർതിരിച്ചിരിക്കുന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ പ്രചരണാർത്ഥം സ്വരാജ് റൗണ്ടിൽ സ്ഥാപിച്ച ബോർഡുകൾ കോർപ്പറേഷൻ അധികൃതർ അഴിച്ചുമാറ്റി. BJP പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് പിന്നാലെ അഴിച്ച ബോർഡുകൾ തിരികെ കെട്ടി. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷൻ കവാടത്തിൽ BJP ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധിച്ചു. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്വരാജ് റൗണ്ടിലെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. രാവിലെ ബോർഡുകൾ എടുത്തുമാറ്റാൻ കോർപ്പറേഷൻ അധികൃതർ ആരംഭിച്ചതോടെ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ രംഗത്തെത്തി. അപകടകരമായി സ്ഥാപിച്ചിരുന്ന ബോർഡുകളാണ് മാറ്റുന്നതെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം. BJP ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് കോർപ്പറേഷൻ ഈ ശ്രമത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. ഒടുവിൽ അഴിച്ച ബോർഡുകൾ പ്രവർത്തകർ തിരികെ കെട്ടി. സംഭവത്തെ തുടർന്ന് ഏറെ നേരം സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തു. ഇതിനിടെ സ്ഥലത്തെത്തിയ ഈസ്റ്റ് പോലീസ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. ഒടുവിൽ കോർപ്പറേഷൻ കവാടത്തിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധിച്ച ശേഷമാണ് പ്രവർത്തകർ മടങ്ങിയത്. നവകേരള സദസ് ഉൾപ്പെടെ തൃശൂരിൽ നടന്ന സമയത്ത് മുഖ്യമന്ത്രിയുടേതടക്കമുള്ള ഫ്ലെക്സ് ബോർഡുകൾ നഗരത്തിൽ സ്ഥാപിച്ചിരുന്നു. ഇത് കോർപ്പറേഷൻ അഴിച്ചു മാറ്റിയിരുന്നില്ലെന്ന് BJP ആരോപിച്ചു. മീഡിയ ടൈം, തൃശൂർ. ക്രിസ്തുമസ് പുതുവത്സര മദ്യവിൽപ്പനയിൽ ഇത്തവണയും റെക്കോർഡ്. ഇത്തവണയും ആകെ വിറ്റത് 543 കോടി രൂപയുടെ മദ്യം. ഇന്നലെ മാത്രം വിറ്റത് 94.5 കോടി രൂപയുടെ മദ്യമാണ്. പുതുവത്സരത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് തിരുവനന്തപുരം പവർ ഹൗസ് റോഡ് ഔട്ട്ലെറ്റ് ആണ്. കഴിഞ്ഞ വർഷം നടന്നത് 516.26 കോടിയുടെ മദ്യവിൽപ്പനയാണ്. സംസ്ഥാനത്ത് ഇത്തവണയും ക്രിസ്മസിന് റെക്കോർഡ് മദ്യവിൽപ്പന നടന്നു. 3 ദിവസം കൊണ്ട് ബെബ്കോ ഔട്ട്ലെറ്റ് വഴി 154.77 കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. ഇന്നലെ മാത്രം 70.73 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. കഴിഞ്ഞ വർഷം ക്രിസ്മസ് തലേന്ന് 69.55 കോടി രൂപയുടെ മദ്യവിൽപ്പനയായിരുന്നു നടന്നത്. ഈ വർഷം ഡിസംബറിൽ 22, 23 തീയതികളിൽ 84.04 കോടി രൂപയുടെ മദ്യവും വിറ്റഴിച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 75.41 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. ഇത്തവണ ഏറ്റവും കൂടുതൽ വിൽപ്പന ചാലക്കുടി ഔട്ട്ലെറ്റിലാണ് നടന്നത്. ഇത്തവണ ചാലക്കുടിയിൽ 63,85,290 രൂപയുടെ മദ്യമാണ് വിറ്റത്. രണ്ടാം സ്ഥാനത്തുള്ള ചങ്ങനാശ്ശേരിയിൽ 62,87,120 രൂപയുടെ മദ്യം വിറ്റു. ഇരിങ്ങാലക്കുടയിൽ 62,31,140 രൂപ, പവർ ഹൗസ് ഔട്ട്ലെറ്റിൽ 60,08,130 രൂപ, നോർത്ത് പറവൂർ 51,99,570 രൂപ എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ മദ്യവിൽപ്പന. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. പുതുവത്സര ദിനത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും മറ്റുമായി 41 പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും പൊതുസ്ഥലത്ത് മദ്യപിച്ചതിനും മറ്റുമായാണ് 41 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. വാഹനം ഓടിച്ചവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയുന്നത്. പുതുവത്സര ദിനത്തോടനുബന്ധിച്ചുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും പൊതുസ്ഥലത്ത് മദ്യപിച്ചതിനും മറ്റുമായാണ് 41 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇൻസ്പെക്ടർ ER ബൈജു, SI ഹറോൾഡ് ജോർജ് കഷിപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ 20ഓളം പോലീസ് ഉദ്യോഗസ്ഥർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുതുവത്സര ദിനത്തോടനുബന്ധിച്ചുള്ള ക്രമസമാധാന ഡ്യൂട്ടിക്കായി ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ടൗൺ, മുസിരിസ് പാർക്ക്, അഴീക്കോട് മുനക്കൽ ബീച്ച് എന്നിവിടങ്ങളിലും മറ്റ് പുതുവത്സര ആഘോഷം നടന്ന സ്ഥലങ്ങളിലും പോലീസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിരുന്നു. മദ്യപിച്ച് വാഹനം ഓടിച്ചവരുടെ ഡ്രൈവിംഗ് ലൈസൻസ്
സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പുതുവത്സര ദിനത്തിൽ അന്നമനട പഞ്ചായത്തിലെ മേലടൂർ പാറാശ്ശേരി അനിലിന്റെ സ്വന്തമായി വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. സ്വപ്ന സാക്ഷാത്കാരത്തിന് നിമിത്തമായത് പ്രദേശവാസിയായ CK ജോൺസൺ. ഇന്ന് നടന്ന താക്കോൽദാന ചടങ്ങിൽ മേലടൂർ ഉണ്ണിമിശിഹ ദേവാലയ വികാരി ഫാദർ ജോസ് പാലാട്ടി വീടിന് വെഞ്ചിരിപ്പ് നിർവഹിച്ചു. കഴിഞ്ഞ 4 വർഷമായി മേലടൂർ പാറാശ്ശേരി അനിലും കുടുംബവും താമസിച്ചിരുന്നത് ഫ്ലക്സുകൾ കൊണ്ട് മറച്ച ഒരു ഷെഡിലായിരുന്നു. അടച്ചുറപ്പുള്ള ഒരു വീട് അനിലിന്റെ സ്വപ്നമായിരുന്നു. ഭാര്യയും പറക്കമുറ്റാത്ത 2 പെൺകുട്ടികളുമാണ് ടൈൽസ് ജോലിക്കാരനായ അനിലിന്റെ ഏക സമ്പാദ്യം. അന്നന്നത്തെ കൂലി കൊണ്ട് നിത്യവൃത്തി കഴിക്കുന്ന അനിലിന് വീട് എന്നും ഒരു സ്വപ്നമായി അവശേഷിച്ചിരുന്നു. അനിലിന്റെ അവസ്ഥ അറിയാവുന്ന നാട്ടുകാരാണ് CK കൺസ്ട്രക്ഷൻ ഉടമ ജോൺസണോട് ഈ ദുരവസ്ഥ ബോധ്യപ്പെടുത്തിയത്. കേരളത്തിനകത്തും പുറത്തും നിരവധി ദേവാലയങ്ങൾക്ക് സാക്ഷാത്കാരം നൽകിയ ജോൺസൺ എന്ന നല്ല മനസ്സുടമ അനിലിന്റെ ആഗ്രഹത്തിന് പൂർത്തീകരണം നൽകി. 6 മാസം കൊണ്ടാണ് 10 ലക്ഷം രൂപ ചിലവിൽ 650 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട് ജോൺസൺ അനിലിനായി നിർമ്മിച്ചു നൽകിയത്. ദേവാലയങ്ങൾ നിർമ്മിച്ചു നൽകുന്ന തനിക്ക് ഒരു കുടുംബത്തിന് അടച്ചുറപ്പുള്ള ഒരു ഗൃഹം നിർമ്മിക്കാനായത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ജോൺസൺ പറയുന്നു. ജോൺസന്റെ സാമീപ്യം ദൈവികമായി അനിലും കുടുംബവും കരുതുകയും ചെയ്യുന്നു. 2024 പുലർവേളയിൽ അനിലിന്റെ കുടുംബത്തിന്റെ വീട് മേലടൂർ പള്ളി വികാരി ഫാദർ ജോസ് പാലാട്ടി വെഞ്ചിരിച്ചു നൽകി. കേന്ദ്രസമിതി ഭാരവാഹികളായ ബൈജു പീറ്റർ, ബിനോജ് തോമസ്, കൈക്കാരൻ ചാക്കോ വടക്കുംചേരി എന്നിവരും സംബന്ധിച്ചു. വലിയൊരു ദാനധർമ്മമാണ്, ഒരു സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ് ഇന്നത്തെ ദിവസം. ജോൺസന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഒത്തിരി അഭിമാനം തോന്നുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ മാത്രമല്ല, ഈ ഇടവകയും ഈ നാടും ഒത്തിരി അഭിമാനിക്കുന്നു. കാരണം വെച്ചാൽ ഒരു ആതുര സേവന രംഗത്ത്, പ്രത്യേകിച്ചും തിരുനാളിൻ്റെ ഒത്തിരി ചിലവുകൾ, തിരുനാൾ പ്രതിസന്ധിയാണ്, ഒത്തിരി ചിലവുകളുള്ള ഈ നിമിഷം പോലും ആളെ ഒരു ഉരയില്ലാത്ത, ഒരു ഭവനമില്ലാത്തൊരു കുടുംബത്തിന് ഒരു ആതുര സേവന രംഗത്തേക്ക് ഒത്തിരി നന്മകൾ ചെയ്യുന്ന ജോൺസേട്ടൻ ഇങ്ങനൊരു വലിയൊരു പ്രവൃത്തി ഈ ചെലവുകളേറിയ ഈ സമയത്തും ചെയ്യാൻ നൽകിയ ഒരുങ്ങിയ ആ മനസ്സിനെ ഓർത്ത് ഒത്തിരി സന്തോഷിക്കുന്നു. മീഡിയ ടൈം, മാള. മോഷണക്കേസിൽ റിമാൻഡിലായ പ്രതിയെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഇയാളിൽ നിന്ന് 3 മോഷണക്കേസുകൾ കൂടി തെളിഞ്ഞു. ചാവക്കാട് സ്വദേശി പുതുവീട്ടിൽ മനാഫിനെയാണ് മതിലകം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. മനാഫിന് 8ഓളം കേസുകൾ വിവിധ സ്റ്റേഷനുകളിലായി നിലവിലുണ്ട്. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചാവക്കാട് സ്വദേശി പുതുവീട്ടിൽ മനാഫിനെയാണ് മതിലകം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ആലക്ഷേത്രത്തിന് സമീപം ആലയിൽ വീട്ടിൽ സരോജത്തിന്റെ വീട്ടിൽ നിന്നും 1,60,000 രൂപയും 4.25 പവൻ സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ച കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മനാഫിനെ ചോദ്യം ചെയ്തതിൽ നിന്നും മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 വാഹന മോഷണ കേസ് ഉൾപ്പെടെ തെളിഞ്ഞിട്ടുണ്ട്. ശാന്തിപുരം പള്ളിനടയിൽ ഭക്ഷ്യോൽപ്പന്ന വിതരണ സ്ഥാപനത്തിൽ നിന്നും മിനി ലോറി മോഷ്ടിച്ചതും, മതിലകം മതിൽമൂലയിൽ വർക്ക്ഷോപ്പിൽ നിന്നും കാർ മോഷ്ടിച്ചതും, എമ്മാട് വീട് കുത്തി തുറന്ന് പണം കവർന്നതും മനാഫ് ഉൾപ്പെട്ട സംഘമാണെന്ന് പോലീസ് പറഞ്ഞു. മനാഫിന് 8ഓളം കേസുകൾ വിവിധ സ്റ്റേഷനുകളിലായി നിലവിലുണ്ട്. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊടുങ്ങല്ലൂർ DYSP സലീഷ് N ശങ്കരൻ, മതിലകം ഇൻസ്പെക്ടർ MK ഷാജി, ക്രൈം സ്ക്വാഡ് SI PC സുനിൽ, SI മുഹമ്മദ് റാഫി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിൽ വൻ കവർച്ച. സംയുക്ത ട്രേഡ് യൂണിയൻ ഓഫീസിലെ അലമാരകളിൽ സൂക്ഷിച്ച് 15 ലക്ഷം രൂപ കവർന്നു. കൂടാതെ സ്ഥാപനത്തിന് മുന്നിലെ CCTV ക്യാമറയും തല്ലി തകർത്തു. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു മോഷണം. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെ യൂണിയൻ തൊഴിലാളികൾ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഞായറാഴ്ച അവധിയായിരുന്നതിനാൽ മാർക്കറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. സ്ഥാപനത്തിന്റെ ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. യൂണിയൻ ഓഫീസിനുള്ളിൽ സ്ഥാപിച്ച ക്യാമറ തുണിയും കവറും ഉപയോഗിച്ച് മറച്ചാണ് മോഷണം നടത്തിയത്. കൂടാതെ സ്ഥാപനത്തിന് മുന്നിലെ CCTV ക്യാമറയും തല്ലി തകർത്തു. കുന്നംകുളം പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് CI UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർ പ്രക്ഷോഭ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്.
ചെറായി ബീച്ച് പുതുവത്സരാഘോഷത്തിനിടെ 12 മണിക്ക് വെടിക്കെട്ടിന്റെ തീതെറിച്ച റിസോർട്ട് റെസ്റ്റോറന്റ് മേൽക്കൂര കത്തിനശിച്ചു. ചെറായി ബീച്ചിന് സമീപം പ്രവർത്തിക്കുന്ന മാളിയേക്കൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് മേൽക്കൂരയാണ് കത്തിനശിച്ചത്. പറവൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ആലുവ SP-യും മുനമ്പം DYSP മുരളിയും സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. റെസ്റ്റോറന്റിന്റെ മേൽക്കൂര വൈക്കോൽ കൊണ്ടാണ് നിർമ്മിച്ചത്. ഇത് ഭാഗികമായി കത്തിനശിച്ചു. കൊടകരയിൽ കാറുമായി കൂട്ടിയിടിച്ച് പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മൂലംകുളം പള്ളത്തേരി രാജീവിന്റെ മകൻ രാഹുലാണ് ഞായറാഴ്ച രാത്രി അപ്പോളോ ആശുപത്രിയിൽ മരിച്ചത്. ചുങ്കാലിൽ ഞായറാഴ്ച രാത്രി 8:15 അപകടം. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കൈപ്പറമ്പിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാറും ബാൻഡ് കലാകാരന്മാർ സഞ്ചരിച്ചിരുന്ന മിനി ബസും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. തമിഴ്നാട് പുതുക്കോട്ട സ്വദേശികളായ ബാലസുബ്രഹ്മണ്യം, കണ്ണൻ, ശിവബാലൻ, സുരേഷ്, മിനി ബസ് യാത്രികരായ പറവൂർ സ്വദേശികളായ ലോലപ്പൻ, സുരേഷ് എന്നിവർക്കാണ് പരിക്ക്. പെരുന്നാൾ ആഘോഷ പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു മിനി ബസ്സിലെ ബാൻഡ് വാദ്യ കലാകാരന്മാർ. പരിക്കേറ്റവരെ കേച്ചേരി ആർട്സ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിലകത്തെ സഞ്ചരിക്കുന്ന ബാർ എക്സൈസ് പൂട്ടി. 1-ാം തീയതിയിലും മറ്റു ഡ്രൈഡേ ദിവസങ്ങളിലും രഹസ്യമായി അമിത വിലയ്ക്ക് അനധികൃത മദ്യവിൽപ്പന നടത്തുന്ന മതിലകം മതിൽമൂല സ്വദേശി കൈപ്പോത്ത് വീട്ടിൽ പുഷ്പാകരനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കൈവശം വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന 111 കുപ്പി മദ്യവും പിടിച്ചെടുത്തു. അമിതമായി മദ്യം വാങ്ങിക്കൂട്ടി പലതവണ എക്സൈസ് പിടിയിലായ ഇയാൾ മറ്റാളുകൾക്ക് പണം നൽകിയാണ് മദ്യം വാങ്ങിപ്പിച്ച് സ്റ്റോക്ക് ചെയ്തിരുന്നത്. KC വർഗീസ് കണ്ണമ്പുഴയുടെ പുതിയ രാഷ്ട്രീയ ചരിത്ര നോവൽ വന്ദേമാതരം പ്രകാശനം ചെയ്തു. മാള പൗരാവലിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രകാശന ചടങ്ങ് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നായസൻ ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമി ടെലിവിഷൻ റിട്ടയേർഡ് പ്രോഗ്രാം ഹെഡ് MP സുരേന്ദ്രൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിലർ I ബാലഗോപാലൻ പുസ്തകം ഏറ്റുവാങ്ങി. മാള പൗരാവലി പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷാൻഡി ജോസഫ്, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, മാള ഫ്രോണ ദേവാലയ വികാരി ഫാദർ ജോർജ് പാറേമാൻ, SNDP മാള യൂണിയൻ പ്രസിഡന്റ് PK സാബു, KO ദേവസി, AV തോമസ്, ഡേവിസ് പാറേക്കാട്ട്, EC ഫ്രാൻസിസ്, ക്ലിഫി കളപ്പറമ്പത്ത്, ജോളി വടക്കൻ, ശ്രീധരൻ കടലായിൽ എന്നിവർ സംസാരിച്ചു. കരുണ ഹ്യൂമൻ വെൽഫെയർ സൊസൈറ്റി കേരളത്തിൽ നടത്തിവരുന്ന കിടപ്പ് രോഗികൾക്ക് ഒരു സാന്ത്വനം പദ്ധതിക്ക് പുത്തുഞ്ചിറയിൽ തുടക്കമായി. കരിങ്ങാച്ചിറയിൽ നടന്ന പരിപാടി ഫഹദ് ചിസ്തി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തി. പുത്തുഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് റസാക്കിന് നൽകിക്കൊണ്ട് വിതരണ ഉദ്ഘാടനം നടത്തി. തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി റസാക്കിനെ ചടങ്ങിൽ ആദരിച്ചു. CPIM ഏരിയ സെക്രട്ടറി TK സന്തോഷ്, മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാർ എന്നിവർ സംസാരിച്ചു. സുൽഫിക്കർ ബൂട്ടോ, നിഷാദ് കുന്നത്തേരി, സജി കുന്നത്തേരി, നസീർ പിണ്ടാണി, സിജിൽ കരിങ്ങാച്ചിറ, സേതുമാധവൻ, സൈനുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. ആളൂർ ശ്രീനാരായണ വിലാസം ഹൈസ്കൂളിലെ 1985 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മാതൃവിദ്യാലയത്തിലേക്ക് ഫിറ്റ്നസ് സെന്റർ സജ്ജീകരിച്ചു. നൽകിയതിന്റെ ഉദ്ഘാടനവും സമാദരണവും നടത്തി. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോർജ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ KT ഷാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ഷാജു, വാർഡ് മെമ്പർ ജിഷ ബാബു, PTA പ്രസിഡന്റ് ശ്രീജിത്ത് കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ കനികാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും തിരുനാൾ ഭക്തിസാന്ദ്രമായി. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷിൻസ് ഫോട്ടോക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ലിബിൻ മച്ചിങ്ങൽ സഹകാർമ്മികനായി. ഫാദർ വിജിൽ പേങ്ങിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം എന്നിവ ഉണ്ടായി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കലാഭവൻ മണിയുടെ പിറന്നാൾ ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ കലാഭവൻ മണി ഓട്ടോ സ്റ്റാൻഡിൽ ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ഓട്ടോ ഡ്രൈവർമാർ കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി അധ്യക്ഷനായി. കലാഭവൻ മണി ചാലക്കുടി ഗവൺമെന്റ് ഹൈസ്കൂളിന് വാങ്ങിക്കൊടുത്ത സ്കൂൾ ബസ് സഞ്ചാരയോഗ്യമാക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് കലാഭവൻ മണിയുടെ 50ാം ജന്മദിന സമ്മേളനം ആവശ്യപ്പെട്ടു. കലാകാരന്മാരുടെ സംഘടന തരംഗ് ചാലക്കുടി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വിവിധ പരിപാടികളുടെ ജന്മദിനം ആഘോഷിച്ചു. സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു മുഖ്യാതിഥിയായി. നഗരസഭാ കൗൺസിലർ VJ ജോജി, TD എലിസബത്ത്, പ്രധാന അധ്യാപിക TB ഷീബ, കലാഭവൻ ജോബി, കലാഭവൻ രഞ്ജിത്ത്, പ്രദീപ് പൂലാനി, സുരേഷ് പവിത്രം,
ഷിജു കൊരട്ടി, MG സുമ, EG ഉദയൻ എന്നിവർ സംസാരിച്ചു. പുതുവത്സരത്തോടനുബന്ധിച്ച് കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ഒരുക്കിയ പുതുവത്സര റാണി ശ്രദ്ധേയമായി. സ്കൂൾ അസംബ്ലിയിലാണ് വിദ്യാർത്ഥികൾ പാലിക്കേണ്ട കാര്യങ്ങൾ സഹിതം റാണി പ്രത്യക്ഷപ്പെട്ടത്. സ്നേഹം, കരുണ, പരിസര ശുചിത്വം, സഹജീവി സ്നേഹം, നന്മ, അച്ചടക്കം, കള്ളം പറയരുത്, പഠനം തുടങ്ങി കുട്ടികൾക്ക് നിത്യജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ ലഘുലേഖകളടക്കമാണ് പുതുവത്സര റാണി പ്രത്യക്ഷപ്പെട്ടത്. വാർഡ് മെമ്പർ CDCB പുതുവത്സരാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് മഞ്ജുഷ, പ്രധാന അധ്യാപിക MK ഡെയ്നി എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ ഗ്യാസ് ഏജൻസി തൊഴിലാളി സഹകരണ സംഘം വാർഷിക പൊതുയോഗം നടത്തി. കൊടകര SN ട്രസ്റ്റ് ഹാളിൽ നടത്തിയ പൊതുയോഗം സംഘം പ്രസിഡന്റ് VR മുരളി ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA മുഖ്യ അതിഥിയായിരുന്നു. ഭരണസമിതി അംഗം CS സുദർശനൻ സ്വാഗതം പറഞ്ഞു. ഓണററി സെക്രട്ടറി സിനി ജേക്കബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഭരണസമിതി അംഗങ്ങളായ ഡാലിയ, ഉദയകുമാർ, KV റീസൺ എന്നിവർ സംസാരിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് സമന്വയം സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ച് സ്നേഹരാമം ഒരുക്കി. കല്ലേറ്റുങ്ങര BVM ഹൈസ്കൂൾ പരിസരത്തുള്ള പാതയോരത്താണ് സ്നേഹാരാമം ഒരുക്കിയത്. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പാതയോരങ്ങൾ വൃത്തിയാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജില്ലാ ശുചിത്വ മിഷന്റെയും ആഭിമുഖ്യത്തിൽ NSS യൂണിറ്റുകൾ സ്നേഹാരാമങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് ഇത്. ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് സ്നേഹാരാമം സമർപ്പണം ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ പ്രചരണാർത്ഥം സ്വരാജ് റൗണ്ടിൽ സ്ഥാപിച്ച ബോർഡുകൾ കോർപ്പറേഷൻ അധികൃതർ അഴിച്ചുമാറ്റി. BJP പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് പിന്നാലെ അഴിച്ച ബോർഡുകൾ തിരികെ കെട്ടി. ക്രിസ്തുമസ് പുതുവത്സര മദ്യവിൽപ്പനയിൽ ഇത്തവണയും റെക്കോർഡ്. ഇത്തവണ ആകെ വിറ്റത് 543 കോടി രൂപയുടെ മദ്യം. ഇന്നലെ മാത്രം വിറ്റത് 94.5 കോടി രൂപയുടെ മദ്യം. കുതിരാനിൽ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിനും മരണത്തിനും പ്രധാന കാരണം ദേശീയപാത അധികൃതരുടെ അനാസ്ഥയെന്ന് ആക്ഷേപം. ഗതാഗത നിയന്ത്രണം നടത്തിയ റോഡിന് നടുവിൽ പ്ലാസ്റ്റിക് കയറ് മാത്രം കെട്ടി വേർതിരിച്ചിരിക്കുന്നു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.